ചിക്കു ആണ്. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ അത്തപ്പൂക്കളം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കേക്കിന്റെ ബേസ് ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അമ്മയ്ക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നുകൊണ്ട് ബാക്കി മുഴുവൻ ഞാനാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് പറയാനായിട്ട് ഞാൻ വന്നത്. പിന്നെ ഒരു കാര്യം പറയാണ്, ഗേൾസ് ഓഫ് ചിക്കുവിലെ ചലഞ്ച് വീഡിയോയിൽ ഞാൻ അമ്മയുടെ തലയിൽ വെള്ളം കോരി ഒഴിച്ചോണ്ടല്ല കേട്ടോ അമ്മയ്ക്ക് വയ്യാണ്ടായത്. ആ വീഡിയോ നേരത്തെ എടുത്തു വെച്ചതാണ്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം കേക്ക്. ഡിസൈൻ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. പിന്നെ നമ്മൾ ഓണത്തിന്റെ ഒരു വ്ളോഗ് ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓണത്തിന്റെ വ്ളോഗിൽ കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്നവരെ അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്ക് അത്തപ്പൂക്കളം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ട്രഡീഷണൽ ആയിട്ടുള്ള അത്തപ്പൂക്കളത്തിന്റെ ഡിസൈൻ ഉള്ള ഒരു കേക്ക്. അപ്പൊ നമ്മുടെ അത്തപ്പൂക്കളം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം. 8 ഇഞ്ചിന്റെ ട്രേ ആണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ 2 ലെയർ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്, ബട്ടർ പേപ്പറും വെച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മൈദ എടുക്കുകയാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇത് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഏത് കേക്കിന്റെ ബേസ് വേണേലും ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ബേസ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് 1/2 കപ്പിന്റെ 1/4 ഭാഗത്തോളം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിൽ തന്നെ ഇട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയതിനു ശേഷം വേണമെങ്കിൽ ഹൈ സ്പീഡിലേക്ക് മാറ്റാം. ഇതിപ്പം നന്നായിട്ട് പതഞ്ഞ് അതിൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. അത്രയും സമയം ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുക. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലെ അത് കുറേശ്ശെയായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്ന തോന്നുമ്പോൾ നമുക്ക് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്. അതെല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം 3 ലെയറായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ 1 കപ്പ് മൈദ എടുത്ത് ചെയ്തിരുന്നാലും മതി. ഞാനിപ്പോൾ നമ്മുടെ അത്തപ്പൂക്കളല്ലേ, അപ്പോൾ അതിനധികം ഹൈറ്റ് വേണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. 1/2 കപ്പ് മൈദയിൽ 8 ഇഞ്ചിൻ്റെ ട്രേയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. നമുക്കതിലേക്ക് നമ്മുടെ ട്രേ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളേ. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ നല്ല സ്മെല്ലുണ്ട്, നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മുതൽ 2 കപ്പ് വരെ എടുക്കാം കേട്ടോ. കാരണം അത്തപ്പൂക്കളാകുമ്പം കുറച്ച് കൂടുതൽ കളറൊക്കെ ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ 2 കപ്പ് എടുക്കാം. നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് ചോക്ലേറ്റിൻ്റെ ക്രീം ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് തന്നെ നമുക്ക് ചെയ്യാം. ഞാനിപ്പം ഒന്നും ചേർക്കുന്നില്ല, വൈറ്റിൽ തന്നെയാണ് ക്രീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം തന്നെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഡീമോൾഡ് ചെയ്ത് വെക്കാം. ഈ ഒരു ട്രേയിൽ തന്നെ ഇങ്ങനെ വെച്ച് വെക്കണ്ട കേട്ടോ. അത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറ്റുകയാണ് നല്ലത്. നല്ല സോഫ്റ്റ് കേക്കാണ്. കേക്കിൻ്റെ ഹൈറ്റ് നമ്മൾ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. 2 ലെയർ കട്ട് ചെയ്തെടുക്കാനാണ്. ഇനി നമുക്ക് കേക്ക് ഒന്ന് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കത്തി ഉണ്ടെങ്കിൽ കത്തി വെച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ട്വൈന് വെച്ചിട്ടും ചെയ്യാം. അറിയാത്തവരുണ്ടെങ്കിൽ ചിക്കൂസ് ഡൈൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇപ്പം ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയറും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിത് കേക്ക് ഒന്ന് സോക്ക് ചെയ്യണം. നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്നത് ചിക്കു ആണ് കേട്ടോ.
ഇനി നമുക്ക് ഒരു ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്കും കുറച്ച് സിറപ്പ് ആക്കുന്നുണ്ട്. ഇനി ക്രീം ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ക്രീം ചെയ്യാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തേച്ച് കൊടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ക്രിസ്പി ചോക്ലേറ്റ് ബോൾസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതാകുമ്പോൾ ഒരു മഞ്ചിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ വരുന്ന ഒരു സംഭവമാണ്. അത് ചേർത്ത് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല. നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒറ്റ ലെയറിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. അത് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുകയാണ്. ക്രീം തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സൈഡിലും അങ്ങ് ക്രീം ആക്കി കൊടുക്കാം. സ്ക്രേപ്പർ വെച്ച് അങ്ങ് സ്ക്രേപ്പ് ചെയ്ത് അങ്ങ് എടുക്കാം. ഇതുപോലത്തെ സ്ക്രേപ്പറിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. അത് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ല ഒരു ഈസിയാണ് നമുക്കിതൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് മോൾ ഭാഗം അതേപോലെ തന്നെ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കേക്ക് ഫ്രീസറിലേക്കോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്കോ ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്തിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അത്തപ്പൂക്കളം ചെയ്യുന്ന സമയത്ത് ആ ഒരു കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ ഇരിക്കുമല്ലോ ക്രീമൊക്കെ. അതാണ് കുറച്ചുകൂടെ നമുക്ക് ഈസി ചെയ്യാനായിട്ട്. നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കഴിയുന്നതും കൂടുതലും ചോക്ലേറ്റ് തന്നെ നമ്മൾ അത്തപ്പൂക്കളത്തിലിടാം. അപ്പം മാക്സിമം കളർ നമുക്ക് കുറച്ചെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 ചോക്ലേറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കുറച്ച് സമയം ഒന്ന് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല തരിതരിയായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കേക്കിൻ്റെ മുകളിലൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിലങ്ങ് പറ്റിപ്പിടിക്കും. നമുക്ക് ഇടാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് എടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്താലും മതി കേട്ടോ. മൈക്രോവേവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് വെക്കരുത്. ഒരു മിനിറ്റ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം കേക്ക് നന്നായിട്ട് തണുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിത് ഒരു 7 ഇഞ്ചിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 7 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം വെച്ചൊന്ന് മാർക്ക് ചെയ്താൽ മതി. ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി ഒന്ന് മാർക്ക് ചെയ്യണേ. എന്നിട്ട് ആ സെൻറ്ററിൽ കൂടെ വെച്ചിട്ട് ആ ഒരു സെയിം ബൗൾ തന്നെ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ റാ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ളായിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തും അതേപോലെ തന്നെ അങ്ങ് ഡിസൈൻ ആക്കി കൊടുക്കുകയാണ്. നമ്മൾ അത്തപ്പൂക്കളമൊക്കെ ഇടുന്ന സമയത്ത് നൂലും ചോക്കും ഒക്കെ വെച്ച് വരയ്ക്കില്ലേ ഈ ഒരു ഡിസൈനൊക്കെ ആക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യാണ്. അങ്ങനെ എല്ലായിടത്തും വെക്കുമ്പോഴത്തേക്കും 6 ഇതള് ആയിട്ട് കിട്ടും കേട്ടോ. വരയ്ക്കാനൊക്കെ അറിയുന്നവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചിരുന്നാൽ മതി. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തരത്തിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് നടുഭാഗത്ത് ചെറിയൊരു കറിപ്പാത്രത്തിന് അടപ്പ് വെച്ച് ഒന്ന് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നടുവിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമല്ലോ. സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതങ്ങ് എടുക്കാം. ഇനി നമുക്ക് ആ 2 പെറ്റലിൻ്റെ നടുഭാഗത്തും അതേപോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതും ഒരു ലീഫ് പോലെ തന്നെ അങ്ങൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇല്ലേ, അത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തതാണ്. ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, പ്ലെയിൻ ചോക്ലേറ്റ് മാത്രമാണ്. അതൊന്ന് പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ മടക്കി കോണാക്കിയിട്ട് അതിൽ ചെയ്താലും മതി. നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീമിൽ ചോക്കോ ചിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ആ ബട്ടർ പേപ്പർ മടക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ മാർക്ക് ചെയ്ത റൗണ്ടിൽ കൂടെ അങ്ങ് വരയ്ക്കുകയാണ്. മാർക്ക് ചെയ്ത പോർഷനെല്ലാം ഫുള്ളായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് കൊണ്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ഈ കോൺ കൊണ്ട് വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു പ്ലേറ്റിലൊന്ന് വരച്ച് നോക്കണം കേട്ടോ. വരയ്ക്കുമ്പം ഫ്ലോയിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ കേക്കിൻ്റെ മുകളിലേക്ക് വരയ്ക്കാവുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ചൂട് തണുത്തതിന് ശേഷം മാത്രം വേണം വരയ്ക്കാനായിട്ട് തുടങ്ങാനായിട്ട്. നല്ല ചൂടോടുകൂടി ചെയ്യരുത്. നമുക്കൊരു കൺട്രോൾ കിട്ടാതെ വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് വരച്ചിട്ടുണ്ട്. ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു പെറ്റലിൻ്റെ പോർഷനിലേക്ക് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നിടവിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം അങ്ങ് വൈറ്റ് കോമ്പൗണ്ട് കുറച്ച് അങ്ങോട്ട് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തോട്ടൊന്ന് ആക്കി കൊടുക്കാം. അത് മതി. ഇനി നമ്മൾ ആ ക്രീമിൻ്റെ കുറച്ച് പോർഷൻ മാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
ലെമൺ യെല്ലോ കളറാണ് നല്ലത്. എന്നിട്ട് നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കാം. പൈപ്പിംഗ് ബാഗിൽ എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് മാത്രം മതി, നമ്മളിതിൽ നോസിലൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന ആ പോർഷനിലേക്ക് യെല്ലോ കളർ ആക്കി കൊടുക്കുകയാണ്. അപ്പം യെല്ലോ കളർ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ശരിക്കും മഞ്ഞ ജമന്തി പൂവ് ഇട്ടതുപോലെ തന്നെ ഇല്ലേ. ഇനി നമുക്ക് നടുഭാഗത്തുള്ള ഒരു റോസ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ മാറ്റി വെച്ച ക്രീമിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു നോസിലാണ് കേട്ടോ എടുക്കുന്നത്. പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് റെഡ് കളറും കൂടെ അങ്ങ് ആക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല റെഡ് കളറിൽ നമുക്ക് റോസ് കിട്ടുള്ളൂ. അല്ലാതെ ക്രീമിൽ മാത്രം ആക്കുമ്പോൾ അധികം കളർ കിട്ടാറില്ല. ഒരു ഫ്ലവർ നെയിലിൻ്റെ മുകളിലേക്ക് കുറച്ച് റെഡ് കളർ ആക്കിയിട്ട് കുറച്ചൊരു ബേസ് ചെയ്തിട്ട് അതിലേക്ക് പെറ്റൽ വരച്ചു കൊടുക്കുകയാണ്. ചിക്കു ഇപ്പോൾ കുറേ ആയിട്ട് റോസ് ചെയ്തിട്ട് അന്ന് റോസ് ഫ്ലവർ ചെയ്തു, അതിന് ശേഷം ഇപ്പോഴാണ് ചെയ്യുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഒരു ബേക്കിംഗ് ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് റോസ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമുക്കത് നടുവിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ആ വലിയ പോർഷനിലേക്ക് നമുക്ക് ഓറഞ്ച് ജമന്തി ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യെല്ലോ ക്രീമിലേക്ക് തന്നെ കുറച്ച് റെഡ് കൂടെ ചേർക്കുകയാണ്. 1-2 ഡ്രോപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ, അധികം ചേർക്കരുത്. നമുക്ക് ആ റോസിൻ്റെ ചുറ്റിനും ഒരു ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ എടുത്ത് മാറ്റി വെച്ച ക്രീമിൽ നിന്ന് കുറച്ച് വൈറ്റ് ക്രീം എടുത്ത് അതിലേക്ക് ഗ്രീൻ കളർ, ലീഫി ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അറ്റം ഒന്ന് കട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ചുറ്റിനും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ എല്ലാം ഒരു സെപ്പറേഷനായിട്ട് ഒന്ന് എടുത്ത് കാണിക്കാനായിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കൊണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം അത് ഇൻ കേസ് ഇനി ഇത് കട്ടിയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ബോയിലിങ്ങിൽ ഒന്നുകൂടെ ഒന്ന് എടുത്ത് ചൂടാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു എടുപ്പ് കിട്ടും നമ്മുടെ ഈ ഒരു പൂക്കളത്തിന്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ചോക്ലേറ്റ് വെച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കൈ നന്നായിട്ട് റെസ്റ്റ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. എയറിൽ കൈ വെച്ചിട്ട് ചെയ്യരുത്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ചിക്കു ആണെങ്കിൽ അരിപ്പൊടിയൊക്കെ ഇട്ട് വരയ്ക്കുന്ന ഒരു ഡബ്ബ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൈ വെച്ചിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. വിറയില്ലാതെ വരയ്ക്കാനായിട്ടുള്ള ഒരു ഇത് നമ്മൾ ആദ്യം ആക്കിയെടുക്കണം. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ മുകളിൽ വരയ്ക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് സ്മൂത്തായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാനായിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചിക്കു ഇങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ്. ചിക്കുവിന് വരയ്ക്കാനൊന്നുള്ള അങ്ങനത്തെ കഴിവൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ വരയ്ക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. എന്നിട്ടും വലിയ കുഴപ്പമില്ലാതെ തന്നെ ചിക്കു ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല. കുറച്ച് സമയം ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് പൊക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് കട്ടിയായി ഇരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാം. നമ്മൾ ഗണാഷ് അല്ലല്ലോ, ചോക്ലേറ്റ് ആസ് സച്ച് ചോക്ലേറ്റ് അല്ലേ, അത് പെട്ടെന്ന് തിക്കായി വരികയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഇളക്കി മൊത്തമായിട്ടും വേണമെങ്കിൽ ഇളക്കിയെടുത്ത് ഒന്നുകൂടെ ചെയ്യുകയും ചെയ്യാം. അതൊന്നും ഒരു വിഷയമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അപ്പം ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. കൊള്ളാം അല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. ശരിക്കും ഒരു അത്തപ്പൂക്കൾ ഇട്ടതുപോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. നമുക്ക് സൈഡിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ എന്താ പറയുക, അത്തപ്പൂക്കളത്തിൻ്റെ ബേസ് സാധാരണ ആദ്യം തറയിട്ടിട്ടാണ് പൂക്കളമൊക്കെ ഇടുക. നമ്മളിപ്പോൾ ആദ്യം പൂക്കളമൊക്കെ വരച്ചതിന് ശേഷം തറ ഇട്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. സൈഡിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇത് മാത്രമായാലും മതി. എന്നാലും കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടുന്നേ ഉള്ളൂ. സൈഡിൽ മാത്രമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചിക്കുവിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലെല്ലാം ചോക്ലേറ്റും കളറും ഒക്കെ കൂടെ കയറിയിരിക്കുകയാണ് കേട്ടോ. ചെളിയല്ല, കാണുമ്പോൾ ചെളി പോലെ ഇടുന്നേ ഉള്ളൂ. ആദ്യം ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് പതുക്കെ ഒന്ന് മുകളിലോട്ട് തട്ടി കൊടുത്താൽ മതി. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന അങ്ങ് തട്ടി അങ്ങ് മാറ്റി അത് തന്നെ നമുക്ക് പിന്നെയും സൈഡിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ അങ്ങ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ അത് സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് മതി. ഇനി ബാക്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. താഴെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഗ്യാപ്പിലുള്ള ആ വൈറ്റ് പോർഷൻ അങ്ങനെ തന്നെ കിടക്കട്ടെ. അവിടെ വേണമെങ്കിൽ നമുക്ക് വൈറ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ വൈറ്റ് ആക്കി കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ കിടക്കട്ടെ. മതി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു അത്തപ്പൂക്കളായിട്ടുണ്ട്. ഈ ഒരു കേക്ക് 750 ഗ്രാമൊക്കെ വരുന്നൊരു കേക്കാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം, ഒന്ന് സെറ്റ് ആകട്ടെ. അപ്പൊ നമ്മുടെ അത്തപ്പൂക്കളം കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ദീപം നമ്മുടെ അത്തപ്പൂക്കളം കേക്ക് ഇതാ. ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പുറത്തെടുത്തതാണ്. ഇപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഒരു കൊള്ളാം. നീ എന്തായാലും ചിത്രമൊന്നും വരയ്ക്കുന്ന വലിയ ചിത്രകാരിയൊന്നും അല്ലല്ലോ. അല്ല,
ആ ബോർഡർ വരയ്ക്കാനാണ് ഇച്ചിരി കഷ്ടപ്പെട്ടത്, വേറെ പ്രശ്നമൊന്നുമില്ല. കട്ട് ചെയ്യാം. ഇല്ല, അയ്യോ പ്ലേറ്റിൽ വെക്കട്ടെ, കഴിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. യെസ്. നല്ല ടേസ്റ്റ്. അമ്മ വാ, നിങ്ങളും കൂടെ വരണമായിരുന്നു കട്ട് ചെയ്യാൻ. നല്ല ജ്യൂസി അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മറ്റേ ക്രിസ്പി സാധനം ബോൾസ്. അപ്പൊ അത്രേ ഉള്ളൂ. കേക്ക് ആസ് യൂഷ്വൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയായിരുന്നു. പിന്നെ കാണാനും അത്യാവശ്യം ഭംഗിയുണ്ടല്ലേ? അത്തപ്പൂക്കളാണ് ഉദ്ദേശിച്ചത്. പണ്ടത്തെ അത്തപ്പൂക്കളൊക്കെ എങ്ങനെയുണ്ടാവും കേട്ടോ, നമ്മള് എന്തൊരു തറയൊക്കെ കെട്ടിട്ടില്ലേ, തറയൊക്കെ കെട്ടി ആ ഒരു ചാണകം മേഖലയിൽ ഇട്ടിട്ടുള്ള അത്തപ്പൂക്കളം. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പൊ എല്ലാവരും വീട്ടിൽ ഓണത്തിന് അത്തപ്പൂക്കളം കേക്ക് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. കാണുന്നുണ്ടോ? ശരിക്കണോ? കുറച്ചുകൂടെ കാല് പൊന്തൂലെങ്കിൽ ഇങ്ങനെ പൊന്തു. മനസ്സിലായ? ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം കേട്ടോ. ഹലോ ചിക്കു. ഞാൻ അവിടെ നോക്കിയാ പറഞ്ഞത്, അത്ര നേരം അവിടെ നോക്കിയാ പറഞ്ഞില്ല. ഒന്ന് പറയോ? ലിപ്സ്റ്റിക് ഇട്ടോണ്ടേ വൈഡാവുന്നില്ല, വിടരുന്നില്ല ചുണ്ട്. ഓക്കെ കഴിഞ്ഞു. ബൈ.